ജൂലൈ 1 മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1898 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് ഇവ നിലവിൽ വന്നത്. ഓഗസ്റ്റ് 11 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ ആദ്യ ബില്ലുകൾ അവതരിപ്പിച്ചത്. ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. കമ്മിറ്റി നവംബർ 10 റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഡിസംബർ 11 ബില്ലുകൾ പിൻവലിച്ചു. പിന്നീട് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളായിരുന്നു സഭകൾ പാസാക്കിയത്. ഡിസംബർ അവസാനം രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെ ബില്ലുകൾ നിയമങ്ങളായി മാറി. ഇപ്പോൾ പ്രാബല്യത്തിൽ വന്ന നിയമം കാലാനുസൃതമായി ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് പറയുന്നു. കഴിഞ്ഞ നിയമത്തിലും ഇതും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ വ്യത്യാസം പഴയ നിയമത്തിൽ നമ്മുടെ പഴയ കാലത്ത് കൊളോണിയൽ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തിൻ്റെ പിന്തുടർച്ച എന്ന രീതിയിൽ വന്നെങ്കിൽ ഇപ്പോൾ പീപ്പിൾ സെൻട്രിക്, ജനങ്ങളുടെ ഒരു ബന്ധപ്പെട്ട ഒരു ആവശ്യങ്ങൾക്ക് കാലാനുസൃതമായ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തിയിരിക്കുന്ന നിയമം ആണ് വന്നത്. പണ്ട് 511 സെക്ഷനുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 358 സെക്ഷനായിട്ട് ഭാരതീയ ന്യായ സംഹിത ചുരുങ്ങിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ നമുക്ക് ചെറിയ പണിഷ്മെൻ്റൊക്കെ കൊടുക്കുന്നതിന് കമ്മ്യൂണിറ്റി സർവീസിങ് എന്ന നിയമമൊന്നും വകുപ്പൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പുതിയതിൽ വന്നപ്പോൾ ചെറിയ ചെറിയ ഒഫൻസുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കമ്മ്യൂണിറ്റി സർവീസിങ്, നിർബന്ധമായ സാമൂഹിക സേവനങ്ങളിൽ പ്രവർത്തികളിൽ ഏർപ്പെടുത്തുക, അതായത് വഴിതെറ്റിപ്പോകാനുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്ന അവർ സമൂഹത്തിന് ബാധ്യതയാകുന്നതിന് പകരം അവരെ ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക്, സമൂഹത്തിന് പറ്റുന്ന ആളുകളാക്കുന്ന മാറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു പ്രവർത്തനം നടത്തുക എന്നൊരു ഉദ്ദേശം കൂടി നമ്മുടെ ഈ നിയമത്തിലുണ്ട്. ഇതുവരെ ഡിജിറ്റൽ തെളിവുകൾ രണ്ടാം നിര തെളിവുകളായാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം ഇവ പ്രാഥമിക തെളിവുകളാകും. ഫോൺ രേഖകൾ, വീഡിയോ ഓഡിയോ രേഖകൾ, CCTV ദൃശ്യങ്ങൾ, ടവർ ലൊക്കേഷൻ എന്നിവയെല്ലാം ഇനി കേസിൽ നിർണായകമാവും. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.